തിരുപ്പിറവിയുടെ സന്തോഷം മനസ്സിലിപ്പോഴും കെട്ടടങ്ങാതെ നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ വത്തിക്കാൻ ഡയറിയിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ ക്രിസ്തുമസ് ആയിരുന്നു കഴിഞ്ഞുപോയത്. വത്തിക്കാനിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ ലയോ മാർപ്പാപ്പ പുനരുജ്ജീവിപ്പിച്ചതിന്റെ പേരിൽ കൂടിയാണ് വത്തിക്കാനിലെ ഇത്തവണത്തെ ക്രിസ്തുമസ് ശ്രദ്ധേയമായത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഡിസംബർ 25-ാം തീയതി ലയോ മാർപ്പാപ്പ ക്രിസ്തുമസ് കുർബാന അർപ്പിച്ചു. ഡിസംബർ 24-ാം തീയതി വൈകുന്നേരത്തോടെയാണ് വത്തിക്കാനിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. കോവിഡ് പകർച്ചവ്യാധിയുടെ കാലത്ത് ക്രിസ്തുമസ് വിജിൽ മാസ് രാത്രി 7 മണിക്കാണ് അർപ്പിക്കപ്പെട്ടിരുന്നത്. ഡിസംബർ 25-ന് രാവിലെ 10 മണിക്ക് വത്തിക്കാൻ ബസിലിക്കയിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഉച്ചയ്ക്ക് ഊർബി എറ്റ് ഓർബി നൽകുകയും ചെയ്തു. ഡിസംബർ 26-ന് ലയോ മാർപ്പാപ്പ കാസിൽ ഗൊണ്ടോൽഫിലേക്ക് പോയി. ഏതാനും ദിവസത്തെ വിശ്രമമാണ് ഉദ്ദേശമെങ്കിലും ലിറ്റർജിക്കൽ ചടങ്ങുകൾക്കോ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾക്കോ മുടക്കം വരുത്തുകയില്ല. ജൂബിലി വർഷത്തിന്റെ ആരംഭത്തിൽ തുറന്ന 4 വിശുദ്ധവാതിലുകൾ അടച്ചതാണ് പോയ വാരത്തിൽ വത്തിക്കാനിലെ മറ്റൊരു സുപ്രധാന സംഭവം. ഡിസംബർ 27-ന് വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്കയും ഡിസംബർ 28-ന് വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയും വിശുദ്ധവാതിലുകൾ അടച്ചു. മേരി മേജർ ബസിലിക്കയിലെ വാതിലാണ് ആദ്യം അടച്ചത്. ഡിസംബർ 25-ന് വൈകുന്നേരം 5 മണിക്ക് സായാഹ്ന പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ നടന്നത്. ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ റൊളാന്തസ് മാക്സിറിക്കാസ് മുഖ്യ കാർമ്മികനായിരുന്നു. 2025 ജനുവരി 1-ാം തീയതിയാണ് ഈ ബസിലിക്കയിലെ വിശുദ്ധവാതിൽ തുറക്കപ്പെട്ടത്. 2 കോടിയിലധികം ആളുകൾ ജൂബിലി വർഷത്തിൽ ഈ വിശുദ്ധവാതിൽ കടന്നിട്ടുണ്ട്. വത്തിക്കാൻ കൂരിയായിലെയും വത്തിക്കാൻ ഗവർണറേറ്റിലെയും റോം വികാരിയത്തിലെയും ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലയോ പതിനാലാമൻ പാപ്പ ഡിസംബർ 22-ാം തീയതി വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു. ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ജോലി ദൈവത്തിന് മഹത്വമേകുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ആദ്യമായിട്ടാണ് വത്തിക്കാനിൽ ജോലി ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തിയത്. പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് 2026-ലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള പ്രത്യേക നിയോഗങ്ങളാണ് പട്ടികയിലുള്ളത്. എല്ലാ മാസവും ലോകം മുഴുവനുമുള്ള കത്തോലിക്കരോട് പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പ പ്രാർത്ഥന അഭ്യർത്ഥിക്കാറുണ്ട്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാകാനും ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യാശയുടെ ഉറവിടമാകാനും വേണ്ടിയുള്ളതാണ് ജനുവരിയിലെ പ്രാർത്ഥനാ നിയോഗം. സാഹോദര്യത്തിലും മിഷൻ തീക്ഷ്ണതയിലും അടിയുറച്ച ഒരു സഭയെ പടുത്തുയർത്താൻ ഇത് സഹായകരമായിരിക്കുമെന്ന് പാപ്പ പ്രതീക്ഷിക്കുന്നു. മാറാരോഗങ്ങളാൽ വലയുന്ന കൊച്ചുകുട്ടികളെ പ്രത്യേകം പ്രാർത്ഥനയിൽ അനുസ്മരിക്കുക എന്നതാണ് ഫെബ്രുവരിയിലെ വിഷയം. മാർച്ച് മാസത്തിലെ പ്രാർത്ഥന സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവവിളിയിൽ പ്രതിസന്ധികൾ നേരിടുന്ന വൈദികരെയാണ് ഏപ്രിൽ മാസത്തെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നത്. ഭക്ഷണം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കുന്നതിനും എല്ലാവർക്കും ഗുണമേന്മയുള്ള ഭക്ഷണം കിട്ടുന്നതിനും വേണ്ടിയുള്ളതാണ് മെയ് മാസത്തെ പ്രാർത്ഥന. ജൂണിൽ സ്പോർട്സിൽ മൂല്യം പുലരുന്നതിനും ജൂലൈയിൽ മനുഷ്യമഹത്വം ആദരിക്കപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് സുവിശേഷം എത്തിക്കാനുള്ള പുതിയ മാർഗങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് ഓഗസ്റ്റിലെ പ്രാർത്ഥന. എല്ലാവർക്കും വെള്ളം തുല്യമായി ലഭിക്കുന്നതിനും ജലം സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും സെപ്റ്റംബറിൽ പ്രാർത്ഥിക്കുന്നു. മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രിക്ക് വേണ്ടിയുള്ളതാണ് ഒക്ടോബറിലെ പ്രാർത്ഥന. സമ്പത്ത് യഥാവധി ഉപയോഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നവംബറിൽ പ്രാർത്ഥിക്കുമ്പോൾ സിംഗിൾ പാരന്റ് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഡിസംബറിലെ പ്രാർത്ഥന. ക്രിസ്തുമസ് ദിനത്തിൽ വത്തിക്കാനിൽ 80,000-ഓളം ദരിദ്രർക്ക് സാന്റ് എജിദിയോ സംഘടന ഭക്ഷണ വിതരണം നടത്തി. ക്രിസ്തുമസ് ദിനത്തിൽ ആരും ഒറ്റയ്ക്കല്ലെന്നും ആരും അവഗണിക്കപ്പെടുന്നില്ലെന്നും ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ദരിദ്രർക്ക് ഭക്ഷണ വിതരണം നടത്തിയത്. റോമിലെ ത്രസ്തേവരയിലെ സെന്റ് മേരീസ് ദേവാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഭക്ഷണ വിതരണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അന്നേ ദിവസം ഭക്ഷണ വിതരണം നടന്നിരുന്നു. ആകെ 2.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു. അങ്ങനെ ഭവനരഹിതരും ഏകാഗികളും വൃദ്ധരും രോഗികളും അഭയാർത്ഥികളുമായവർക്ക് മറക്കാനാവാത്ത ഒരു ദിനമായി ക്രിസ്തുമസ് മാറുകയായിരുന്നു. 10 ഭാഷകളിൽ മെറി ക്രിസ്മസ് ആശംസിച്ച് ലയോ പതിനാലാമൻ പാപ്പ വിശ്വാസികളെ അത്ഭുതപ്പെടുത്തി. ഉർബി എറ്റ് ഓർബി സന്ദേശം നൽകുമ്പോഴാണ് പാപ്പ വിവിധ ഭാഷകളിൽ വിശ്വാസികൾക്ക് ക്രിസ്തുമസ് ആശംസിച്ചത്. ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, പോളിഷ്, അറബിക്, മാൻഡറിൻ, ചൈനീസ്, ലത്തീൻ ഭാഷകളിലാണ് പാപ്പ വിശ്വാസികൾക്ക് ക്രിസ്തുമസ് ആശംസ കൈമാറിയത്.
ഇറ്റാലിയൻ, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ വൈദഗ്ധ്യമുള്ള പാപ്പയ്ക്ക് ജർമ്മൻ ഭാഷയും വശമുണ്ട്. പക്ഷേ ചൈനീസ്, പോളിഷ് ഭാഷകൾ അദ്ദേഹം സംസാരിച്ചതാണ് ആളുകളെ അത്ഭുതപ്പെടുത്തിയത്. ഓരോ ഭാഷകളിൽ ആശംസകൾ നേരുമ്പോൾ പാപ്പയുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. Merry Christmas. May the peace of Christ reign in your hearts and in your families. താന്താങ്ങളുടെ ഭാഷകളിൽ പാപ്പയിൽ നിന്ന് ക്രിസ്തുമസ് ആശംസകൾ കേട്ടപ്പോൾ ആളുകളും സന്തോഷഭരിതരായിരുന്നു. പാപ്പ പോളിഷ് ഭാഷയിൽ ആശംസകൾ നേർന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. കാരണം പോളിഷ് ഉച്ചാരണം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരാൾ കുറിച്ചതാണ് ഈ വരികൾ. സഭയിലെ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ദിനത്തിൽ ലയോ 14 പാപ്പ ത്രികാല ജപ പ്രാർത്ഥന നയിച്ചു സന്ദേശം നൽകി. രക്തസാക്ഷിത്വം സ്വർഗത്തിലെ ജനനമാണെന്നും മരണത്തിൽ ഇരുട്ട് മാത്രമല്ല ഒരു വിശ്വാസി കാണുന്നതെന്നും പാപ്പ പറഞ്ഞു. സമകാലീന ലോകത്തിലെ അനിശ്ചിതത്വത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സാഹചര്യങ്ങളിൽ ആനന്ദം അസാധ്യമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ സമാധാനത്തിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെയും രക്തസാക്ഷികളുടെയും ആയുധരഹിതമായ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തവർ പലപ്പോഴും അപഹാസ്യരാവുകയും പൊതുചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവർക്ക് ശത്രുക്കളില്ല, സഹോദരങ്ങൾ മാത്രമാണുള്ളത്, പാപ്പ പറഞ്ഞു. യുദ്ധക്കെടുതികളിലൂടെ കടന്നുപോകുന്ന യുക്രൈനിലെ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തൈലവുമായി ലയോ പാപ്പയുടെ വകയായി 3 ട്രക്ക് നിറയെ ഭക്ഷണ സാധനങ്ങൾ വത്തിക്കാനിൽ നിന്ന് കയറ്റി അയച്ചു. കോഴിയിറച്ചിയും പച്ചക്കറികളും ചേർത്ത് പോഷകസമ്പുഷ്ടമായ സൂപ്പുണ്ടാക്കാനുള്ള പ്രത്യേക ഭക്ഷണ വിഭവങ്ങളാണ് ട്രക്കുകളിൽ ഉണ്ടായിരുന്നത്. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയിൽ യുക്രൈനിയൻ കുടുംബങ്ങളോടുള്ള ലയോ പാപ്പയുടെ പ്രത്യേക സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും അടയാളമായിട്ടാണ് കർദിനാൾ കോൺറാഡ് ക്രാജസ്കി ഇതിനെ വിശേഷിപ്പിച്ചത്. വൈദ്യുതിയുടെയും ശുദ്ധജലത്തിന്റെയും അഭാവത്തിൽ ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. സമാധാനത്തിനായി പ്രാർത്ഥിക്കുക മാത്രമല്ല, ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മൂർത്തമായ സഹായവും സാന്നിധ്യവും ഉറപ്പാക്കുക കൂടിയാണ് ലയോ മാർപ്പാപ്പ ഈ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത്. ക്രൈസ്തവ വീടുകളിലെ സ്നേഹജ്വാല അണയാതെ സൂക്ഷിക്കണമെന്ന് ലയോ മാർപ്പാപ്പ. വിജയം, അധികാരം, സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ചുള്ള ആധുനിക മിത്തുകൾ ആളുകളെ ഒറ്റപ്പെടുത്തുകയും വിഭജിക്കുകയും ചെയ്യുമ്പോൾ അതിനായി സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ വിലമതിക്കേണ്ടത് ആവശ്യമാണ്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് മുമ്പായി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തിയ തീർത്ഥാടകർക്ക് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ക്രിസ്തുമസിൻ്റെ സന്തോഷങ്ങളെ മുഴുവൻ തിരുക്കുടുംബത്തിൽ നിന്ന് അപഹരിച്ചതായിരുന്നു ഹേറോദോസിൻ്റെ ക്രൂരത. യൗസപിതാവിൻ്റെയും മാതാവിനെയും സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ നിമിഷമായിരുന്നു. ക്രിസ്തുമസിൻ്റെ തിളക്കം മാരകമായ ഭീഷണിയുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന നിഴലിനാൽ മറഞ്ഞുപോയി. ഉണ്ണീശോയെയും മാതാവിനെയും സംരക്ഷിക്കുന്നതിൽ വിശുദ്ധ ജോസഫിൻ്റെ വിധേയത്വത്തെക്കുറിച്ചും ലയോ പാപ്പ പരാമർശിച്ചു. ക്രിസ്തുമസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നത് തുടരാം. യുദ്ധം മൂലം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി, പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, ഏറ്റവും ദുർബലരായവർ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പാപ്പ പറഞ്ഞു. ലയോ 14 പാപ്പ ആദ്യമായി വിളിച്ചു ചേർക്കുന്ന അസാധാരണ കൺസിസ്റ്ററിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് വത്തിക്കാൻ ഇപ്പോൾ. 2026 ജനുവരി 7-8 തീയതികളിലാണ് വത്തിക്കാനിൽ കർദിനാൾമാരുടെ ഈ പ്രത്യേക സമ്മേളനം നടക്കുന്നത്. കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും പങ്കുവയ്ക്കലിനും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് ഈ കൺസിസ്റ്ററി എന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. എപ്പിഫനി തിരുനാളിൻ്റെയും വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലെ വിശുദ്ധവാതിൽ അടയ്ക്കുന്നതിൻ്റെയും അടുത്ത ദിവസമാണ് അസാധാരണ കൺസിസ്റ്ററി ആരംഭിക്കുന്നത്. കൺസിസ്റ്ററികൾ 2 തരത്തിലാണുള്ളത്: അസാധാരണ കൺസിസ്റ്ററിയും സാധാരണ കൺസിസ്റ്ററിയും. റോമിൽ താമസിക്കുന്ന കർദിനാൾമാർ മാത്രം പങ്കെടുക്കുന്നതാണ് സാധാരണ കൺസിസ്റ്ററി. സുപ്രധാന തീരുമാനങ്ങളൊന്നും ഈ കൺസിസ്റ്ററിയിൽ എടുക്കാറില്ല. എന്നാൽ ലോകമെങ്ങുമുള്ള കർദിനാൾമാരാണ് അസാധാരണ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കുന്നത്. സഭാപരമായ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അസാധാരണ കൺസിസ്റ്ററിയിലാണ്. എന്നാൽ ജനുവരി 7-8 തീയതികളിൽ നടക്കുന്ന അസാധാരണ കൺസിസ്റ്ററി ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2026 ഇനി ഏതാനും ചുവടുകൾ മാത്രം. പുതിയ വർഷം പിറക്കുമ്പോൾ ലയോ മാർപ്പാപ്പ നടത്താൻ പോകുന്ന അപ്പസ്തോലിക പര്യടനം എവിടേക്കായിരിക്കും? കണ്ടുനോക്കാം. വത്തിക്കാൻ ഔദ്യോഗികമായി പ്രസ്തുത രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയോ പാപ്പയുടെ യാത്ര എന്ന് എവിടേക്ക് എന്നീ കാര്യങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ലയോ മാർപ്പാപ്പയുടെ വാക്കുകളിൽ നിന്ന് തന്നെ
മാധ്യമപ്രവർത്തകർ ഊഹിച്ചെടുക്കുന്നതിന് പ്രകാരം പാപ്പയുടെ അടുത്ത യാത്രാ ലിസ്റ്റിൽ മുൻഗണനയുള്ള രാജ്യം ആഫ്രിക്കയാണ്. തൻ്റെ ആദ്യ അപ്പസ്തോലിക യാത്രക്കിടയിൽ വിമാനത്തിൽ വച്ച് അർജന്റീനയിൽ നിന്നുള്ള ജേർണലിസ്റ്റ് എലിസബെറ്റ പിക്വേൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പാപ്പ പറഞ്ഞത് പ്രകാരമാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. യാത്രകളെക്കുറിച്ച് ഇനിയും തീരുമാനത്തിലെത്തിയിട്ടില്ല. എങ്കിലും ആഫ്രിക്ക സന്ദർശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത യാത്ര അതായിരിക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അൾജീരിയ സന്ദർശിക്കാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നു. നിരവധി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹവും പാപ്പ ആ സംസാരത്തിൽ വെളിപ്പെടുത്തി. അർജന്റീന, ഉറാഗ്വോ, പെറു തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ലോകപ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഗ്വാഡലോപ്പെ, ഫാത്തിമ എന്നിവിടങ്ങൾ സന്ദർശിക്കാനുള്ള ആഗ്രഹവും പാപ്പ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ച രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്കയും അദ്ദേഹം സന്ദർശിച്ചേക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഇതിൽ ഏതു രാജ്യമായിരിക്കും ആദ്യം സന്ദർശിക്കുക എന്നോ എത്ര രാജ്യങ്ങൾ 2026 സന്ദർശിക്കുമെന്നോ വരും കാലങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് പാപ്പയുടെ അടുത്ത അപ്പസ്തോലിക പര്യടനത്തിനായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ദൈവം തീരുമാനിക്കുന്ന രാജ്യങ്ങളിൽ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൂതുമായി പറന്നിറങ്ങാൻ പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയുമാവാം. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. ജീവിതം കൂടുതൽ ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ. വത്തിക്കാൻ ഡയറിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം പുതുവത്സര മംഗളങ്ങൾ. നമുക്കിനി അടുത്ത വർഷം, അടുത്ത മാസം, അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. നന്ദി.